എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഒരു ഇൻറ്റഗ്രൽ പാർട്ട് എന്ന് പറയാം ആയിട്ടുള്ള ഒരു ടെക്നോളജി കം ഒരു ഗാഡ്ജറ്റ്, മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയും കൂടി തന്നെയാണ്. സോഷ്യൽ മീഡിയ അതോടുകൂടി ചേർന്നിട്ട് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI. AI പറ്റി, അതിൻ്റെ ഉപയോഗം, അതിൻ്റെ അപകടങ്ങളെ പറ്റിയും നമ്മൾ ഏറെ കേൾക്കാറുണ്ട്. ഇതിനെപ്പറ്റി ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പ്, ട്വിറ്റർ, അതിനിപ്പോൾ എക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉപയോഗം ഭാരതത്തിൽ ഏറ്റവും അധികമാണ്. ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം യൂസേഴ്സ് ഉള്ളത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഭാരതം ഇതിൽ നമ്പർ 1 സ്ഥാനത്താണ് യൂസേഴ്സിൻ്റെ നമ്പേഴ്സിൽ. ഈയിടെ ആറ്റുകാൽ പൊങ്കാല നടന്നു. അപ്പോൾ പൊങ്കാല കഴിഞ്ഞിട്ട് കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാനുള്ള ഒരു ഇടയുണ്ടായി. ഒരു കാണപ്പെട്ട ഒരു പോസ്റ്റ് വളരെ കൗതുകമായിട്ടുള്ള ഒരു റിയാക്ഷനുമായിരുന്നു. അതിൽ ഒരു മുസ്ലിം സ്ത്രീ അവരെ പൊങ്കാലയിട്ടിട്ട് അവർ ഫേസ്ബുക്കിൽ അതിനൊരു പോസ്റ്റാക്കി. അതിനെ അനുകൂലിച്ചും അതിനെ എതിരായിട്ടും അവരെ ആക്രമിച്ചുകൊണ്ടും അവരെ വിമർശിച്ചുകൊണ്ടും അനേകം പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെ സ്വാഗതം ചെയ്തുകൊണ്ടും അവർ ചെയ്ത കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്താണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നല്ല വശവുമുണ്ട്, അതിൻ്റെ ദോഷവശങ്ങളുമുണ്ട്. ഒന്ന്, ഇതിൽ ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമാണ്, ഹൈലി ഡെമോക്രറ്റൈസ്ഡ് ഒരു പ്ലാറ്റ്ഫോമാണ്. ഡെമോക്രറ്റൈസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇതിൽ തുല്യമായിട്ടുള്ള അവസരങ്ങളും പങ്കാളിത്തവും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. മറ്റേ മാധ്യമങ്ങൾ അങ്ങനെയല്ല. അതിൽ ഒരാൾ നിശ്ചയിക്കും ആര് സംസാരിക്കണം, ആരാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം ആ മാധ്യമം കൈകാര്യം ചെയ്യുന്ന ആളായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ഹൈലി ഡെമോക്രാറ്റൈസ്ഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഓരോ വ്യക്തിയും, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തിയും കോണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. നമ്മളെ എല്ലാവരെയും ക്രിയേറ്റേഴ്സ് ആക്കുക, നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വലിയ അവസരമാണ് സോഷ്യൽ മീഡിയ നമ്മൾ മുമ്പ് വിൽക്കുന്നത്. ഇത് കൂടാതെ അതിൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ ഉള്ള അവസരങ്ങൾ ഏറെയാണ്. മറ്റൊന്ന്, പൊതുജനങ്ങളിൽ നമുക്ക് ഒരു അവബോധം സൃഷ്ടിക്കാൻ, ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കാനും ഉള്ള അവസരങ്ങൾ ഏറെയാണ്. മറ്റേ മാധ്യമങ്ങളെ ഒന്നും ആശ്രയിക്കാതെ നമുക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ നമുക്കൊരു കാര്യങ്ങൾ അവതരിപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഷയമോ അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയ, ഇപ്പം ഞാൻ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ്, നമ്മളും സംവദിക്കുന്നതും സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ പവർ എന്ന് പറയുന്നത് ഹൈലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം. ഈ ആറ്റുകാൽ പൊങ്കാലയുടെ അതേ സമയത്ത് വേറെ കുറേ പോസ്റ്റുകൾ ഉണ്ടായി. അതായത് സ്ത്രീകൾ അവിടെ വന്നിട്ട് പൊങ്കാല ഇടുന്നത് ഒരു ആധ്യാത്മികമായിട്ടും ഉള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിലും സ്ത്രീകൾ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. സ്ത്രീകൾ അവിടെ വന്നിട്ട് അവർ സെൽഫി എടുക്കൽ, അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പൊങ്കാലയിടൽ, അങ്ങനെ സിനിമാ താരങ്ങളാണെങ്കിലും ശരി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ശരി, ഇവരൊക്കെ വന്ന് ചെയ്യുന്നത് അവിടെ ആറ്റുകാൽ ദേവിയോടുള്ള ഭക്തിയല്ല, മറിച്ച് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാണ്. ഇതൊരു ഒപ്പീനിയനാണ്, ഇതൊരു വാദമാണ്. പക്ഷെ അതിനെതിരായിട്ടുള്ള വാദങ്ങൾ ആ പോസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കമൻസോ ആയിട്ടും അതിൻ്റെ റിയാക്ഷനായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ നമുക്ക് ഒരു വിഷയം
ചർച്ച ചെയ്യാൻ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഇതൊരു വലിയ അവസരം തന്നെയാണ്. സോഷ്യൽ മീഡിയയുടെ ദോഷവശങ്ങൾ ഏറെയുണ്ട്. കാരണം ഇതെല്ലാം മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്, ടെക്നോളജി കമ്പനീസ് ആണ്. അപ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ അൽഗോറിതംസ് എന്ന് പറയും. നമ്മൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫീഡുണ്ട്, നമ്മൾ എങ്ങനത്തെ പോസ്റ്റുകൾ കാണുന്നു, ഇതൊക്കെ നിശ്ചയിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആണ്. അതിന് അൽഗോറിതംസ് എന്ന് പറയും. ഈ അൽഗോറിതംസ് എന്ന് പറയുന്നതിൻ്റെ ഈ പ്രോഗ്രാം ഇങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ശ്രദ്ധ കൂടുതൽ നേരം ആ പ്ലാറ്റ്ഫോമിൽ നിലനിർത്തുവാൻ വേണ്ടി അവർ കോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനത്തെ പോസ്റ്റുകളിലാണ് നമ്മൾ കൂടുതൽ ലൈക്ക് ചെയ്യുന്നത്, എങ്ങനത്തെ പോസ്റ്റുകളാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്, എങ്ങനത്തെ പോസ്റ്റുകളാണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നത്, നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഇൻക്ലൂഡിങ് സ്കിപ്പ്, നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന പോകുന്നത് വരെ എല്ലാം നോട്ട് ചെയ്യപ്പെടുകയാണ്. സോ നമ്മളുടെ ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയും, ഇംപ്രിന്റ് എന്ന് പറയുന്നത്, പാട് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടും ഈ സോഷ്യൽ മീഡിയ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രൈവസിയുടെ ഒരു മേജർ പ്രശ്നമായിട്ടാണ് ഇതിൻ്റെ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. കാരണം എന്താ, ഈ മൊബൈൽ ഫോൺ നമ്മൾ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോംസ് ആപ്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറേ പെർമിഷൻസ് ചോദിക്കും. ആ പെർമിഷൻസ് നമ്മൾ അലൗ ചെയ്താൽ, എഗ്രി ചെയ്താൽ മാത്രമാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതെന്തൊക്കെയാണ്? നമ്മുടെ മൈക്ക്, ക്യാമറ, ഫോണിൻ്റെ കോൺടാക്ട്സ്, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ മുഴുവൻ ഫോണിലെ ഇൻഫർമേഷൻ ഈ സോഷ്യൽ മീഡിയ കമ്പനീസിൻ്റെ കൈവശം കിട്ടും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ക്യാമറ ഓഫാണ്, മൈക്ക് ഓഫാണെന്ന് നമ്മൾ വിചാരിച്ച് സംസാരിക്കുന്നതും നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനും ഇതെല്ലാം 24/7 365 ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ട്രാക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ആ സ്ഥലത്തെ സംബന്ധിച്ചുള്ള ഫീഡ് നമുക്ക് വരുന്നത്. കാരണം നമ്മുടെ ലൊക്കേഷൻ അവർക്ക് കിട്ടി. മറ്റതൊന്ന്, നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക്, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ടി വിയെ പറ്റി സംസാരിക്കുകയാണ്, വീട്ടിൽ ഞാൻ നമ്മുടെ ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഫോൺ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫോൺ വെച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ടി വി വാങ്ങുന്ന കാര്യം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ഈ എൻ്റെ ഫേസ്ബുക്ക് തുറന്ന് നോക്കുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരു 4-5 ഫീഡ് അല്ലെങ്കിൽ പരസ്യങ്ങൾ വരുന്നത് ടി വിയുടെ ആയിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് ഇവർക്ക് കിട്ടിയത്? ഇത് കിട്ടുന്നത് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ശബ്ദം ഇത് കേൾക്കുകയാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന മലയാളത്തിലാണ്. അപ്പം മലയാളത്തിൽ സംസാരിക്കുന്നത് പോലും അവരുടെ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് ഇതിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടോമേറ്റഡ് പ്രോഗ്രാംസ്, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഏത് ഭാഷയിലും നമ്മൾ ലോകത്തുള്ള ഏത് ഭാഷയിലും എന്ത് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാലും ഇത് ഒരു വ്യക്തികളല്ല ഇതിന് പുറകിൽ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പിന്നെ കോടിക്കണക്കിൽ വരുന്ന ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് അത് എവിടെ നിന്ന് വരുന്നുണ്ട്, ആരുടെയാണ്, ആ വ്യക്തികളെ പറ്റിയുള്ള പൂർണ്ണ വിവരം ഈ ഫേസ്ബുക്കിൽ ഇപ്പം ഞാൻ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഒരാഴ്ച ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 1 മാസം അല്ലെങ്കിൽ 6 മാസം 1 വർഷം ഓരോ ദിവസവും എന്നെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഇതിൻ്റെ അൽഗോരിതംസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും, ഞാൻ എവിടെ പ്രവർത്തിക്കുന്നു, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു, ആരുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടോ, ആരുമായിട്ട് ഞാൻ ഇടപഴകുന്നുണ്ടോ, എവിടെയൊക്കെ പോകുന്നുണ്ടോ, ഈ പൂർണ്ണ വിവരം ഇതിൻ്റെ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗ്യാദർ ചെയ്തുകൊണ്ട് അതനുസരിച്ചിട്ടാണ് എനിക്ക് ഇൻഫർമേഷൻ അത് തരുന്നത്. ഇത് മേജർ ഒരു റിസ്ക് ആണ് നമുക്ക്. പിന്നെ ഇതിൻ്റെ അവസരങ്ങൾ നമ്മൾ മറുവശത്ത് ഇതിൻ്റെ അവസരങ്ങളൊക്കെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയ വഴി ധനം സമ്പാദിക്കാൻ ഒരു വരുമാന മാർഗമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഫേസ്ബുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് ജെൻ ഇസഡ്. അപ്പോൾ അവർ ഒരു 18 മുകളിൽ ഒരു 35-40 വയസ്സുള്ള ആൾക്കാരാണ് കൂടുതൽ ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് പ്രീ ടീൻസുമാണ്. അതായത് ഒരു 12 വയസ്സ് മുതൽ ഒരു 18-20 വയസ്സിലുള്ള ആ ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തികളാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. യൂട്യൂബ് എല്ലാവരും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രൊഫഷണൽസിനായിട്ടുള്ളൊരു നെറ്റ്വർക്ക് തന്നെയാണ് ലിങ്ക്ഡിൻ.
പിന്നെ വാട്സാപ്പ് എന്ന് പറയുന്നത് മെസ്സേജിങ് ആണ്. പക്ഷെ മെസ്സേജിങ് നമുക്ക് അതിൽ ബിസിനസ്, വാട്സാപ്പ് ബിസിനസ് മറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധ്യതകൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ധാരാളം ധനം സമ്പാദിക്കുന്ന വ്യക്തികൾ ഇന്നുണ്ട്. അവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് പല ആൾക്കാർക്ക് അപകടങ്ങൾ പറ്റുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ എടുക്കുന്ന റിസ്ക് അധികമാണ്. ഇവർ അറിയുന്നില്ല. കാരണം ധനം നമുക്ക് കിട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു അവസരം തുറന്നു തരുമ്പോഴത്തേക്ക് നമ്മുടെ സെക്യൂരിറ്റിയെ നമ്മൾ മറന്നുകൊണ്ട്, വിസ്മരിച്ചിട്ടുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഒരുപാട് റിസ്ക് ഉണ്ട്. സാമ്പത്തികമായിട്ടുള്ളവരിൽ ഒരുപാട് സൈബർ ഫ്രോഡുകൾ നടക്കുന്നുണ്ട്. രണ്ടാമത് ഇവര് ഫിസിക്കലായിട്ട് ഒരുപാട് റിസ്ക് എടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റതൊന്ന്, ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രെഡേറ്റേഴ്സ് എന്ന് പറയും. അവര് ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഫേക്ക് ഡിസ്പ്ലേ പിക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പല അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഓരോരുത്തരുടെ പോസ്റ്റും ഓരോരുത്തർ അവരുടെ പ്രവൃത്തിയും ഒക്കെ കണ്ടുകൊണ്ട് അവർക്ക് ഇതിൽ ആരെയൊക്കെയാണ് നമുക്ക് ഇരയാക്കാൻ പറ്റുന്നത്. ഒന്ന് സാമ്പത്തികമായിട്ടും, മറ്റത് ശാരീരികമായിട്ടും, മൂന്നാമത് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ, അപ്പം ഞാനിവിടെ ഇല്ല, വീട്ടിൽ ആരും ഇല്ല, ഞാൻ ഇവിടെ പോവുകയാണ്, മറ്റതാണ്, എൻ്റെ സ്റ്റേറ്റസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ. അപ്പോൾ അതിനർത്ഥം എന്താ? വീട്ടിൽ ആരും ഇല്ല എന്നൊരു ഇൻഫർമേഷൻ നമ്മൾ പബ്ലിസിറ്റി കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഒരു മേജർ റിസ്ക് ആണ്. പുതിയ ഒരു പ്രവണത എന്ന് പറയുന്നത്, എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു ടൂളാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കി, അതുപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി, നമ്മുടെ ടേസ്റ്റ് മനസ്സിലാക്കി, നമുക്ക് ആവശ്യമായ ഫീഡ് തന്നുകൊണ്ട്, നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ സൈക്കോളജിയുടെ ഒരു സിഗ്നേച്ചർ ഇത് ശേഖരിച്ച് വെക്കുകയാണ്. അത് മൂലം നമ്മളുടെ അഭിപ്രായ രൂപീകരണത്തിൽ ഇതൊരു മേജർ പങ്ക് വഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു ഉത്തമമായൊരു ഉദാഹരണം സ്വിഗ്ഗി സൊമാറ്റോ എന്ന് പറയുന്ന 2 ആപ്പ്. അതെന്താണ്? ഫുഡ് ഡെലിവറി ആപ്പാണ്. ഫുഡ് അഗ്രിഗേറ്റർ എന്ന് പറയും. ഈ ഫുഡ് അഗ്രിഗേറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെ ഒരു 60-70% ഒരാൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഓർഡറിൽ 60 മുതൽ 70% ആദ്യത്തെ ഓർഡർ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അത് ഒരു സംസ്ഥാനത്ത് മാത്രമല്ല, നമ്മുടെ മുഴുവൻ ഭാരതത്തിലും വന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഒരു IIM-ൽ ഒരു പ്രൊഫസറായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം വിസമ്മതിച്ചു, ഇങ്ങനെ വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു ഇതുണ്ട്. അവർ ഫിനാൻഷ്യൽ ടൈംസിന് വേണ്ടി, ഫിനാൻഷ്യൽ ഒരു മാഗസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അപ്പോഴത്തേക്ക് അവർ ഉടനെ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് കറക്റ്റാണ്. അവർ പിന്നെ പറഞ്ഞു, അവർ വന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തത് എന്തോ ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷെ ഈ പരസ്യങ്ങളും ഓഫറുകളൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു, പക്ഷെ നമ്മളുടെ തീരുമാനത്തിനെ മാറ്റാനുള്ള ഒരു കഴിവ്, ഒരു ശക്തി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനുണ്ട്. അതായത് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനുണ്ട്. പുതിയതായിട്ട് വരുന്നൊരു പ്രവണത എന്ന് പറയുന്നത്, ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് പെൺകുട്ടികളും സ്ത്രീകളും ഇതിന് വലിയ രീതിയിൽ ഇരകളാകുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടി. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ റവന്യൂ കൂടുതൽ എപ്പോഴാണ് വരുന്നത്? നമ്മൾ കൂടുതൽ സമയം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ചെലവഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വേറെ ഒരു കാര്യം ചെയ്യാതെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ കൂടുതൽ വാച്ച് ചെയ്യാൻ വേണ്ടി, അപ്പം നമ്മളുടെ സ്ക്രീൻ ടൈം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ കൂടുതൽ ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റുന്ന വിധം അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ എന്ത് പറയുന്നു, ഇതിൽ നഗ്നത ഉള്ള വീഡിയോസിന് കൂടുതൽ റീച്ച് കൊടുക്കും. അപ്പോൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ എന്താവും, പെൺകുട്ടികളാണെങ്കിലും ശരി സ്ത്രീകളാണെങ്കിലും ശരി, അവര് അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രാധാരണത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് നഗരങ്ങളിൽ മാത്രമല്ല, ഇത് പിന്നെ റൂറൽ പ്രദേശങ്ങളിൽ പോലും ഈ പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി റിസർച്ച് ഇപ്പം നടക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? ഇത് കാരണം വീടുകളിൽ ഒരുപാട് കുടുംബങ്ങളിൽ പോലും പ്രശ്നം വന്നിട്ടുണ്ട്. മറ്റത് ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ ആൾക്കാരെ ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇവർക്ക് പൈസ കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് 30 സെക്കൻഡ് വീഡിയോസ് അല്ലെങ്കിൽ 60 സെക്കൻഡ് ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു റീല് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇവരുടെ ആൾക്കാർ ബന്ധപ്പെട്ടിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഇന്ന ഡ്രസ്സ് ധരിക്കണം, ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം. രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ പറയുന്നത്. മൂന്നാമത്തെ അടുത്ത സ്റ്റേജിൽ ഇവർ പറയുന്നു, നിങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽസിനെ വെച്ച് ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റീച്ച് എന്ന് പറയുന്നത് ലക്ഷങ്ങളായി പോകും. ലക്ഷങ്ങളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഇപ്പോൾ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി വരുമാനം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പല കുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെയും ഇതിൻ്റെ വലയത്ത് വീഴ്ത്തുന്നുണ്ട്. ഇതൊക്കെ സത്യം തന്നെയാണ്. ഇത് അവർക്ക് പൈസയൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ മോണറ്റൈസേഷൻ എന്നാണ് പറയുന്നത്. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ഇവരെ കൊണ്ട് പ്രൊഫഷൻസിനെ വെച്ച് ഇവർക്ക് ഷൂട്ട് എടുത്തിട്ട് ഇവരുടെ റീൽസും ഷോർട്സും പ്രൊഫഷൻസിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചിട്ട് ഇവര് അതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാണ്, ഞാനത് പ്രൊമോട്ട് ചെയ്യണം. പക്ഷെ ഞാൻ സ്വയം പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് 500 പേര് 1000 പേര് കാണുന്നു. പക്ഷെ ഇവർ പ്രൊഫഷണൽസ് ഷൂട്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? കാരണം ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് വരുന്നത്. അപ്പോൾ അത് 10,000 1 ലക്ഷം വ്യൂവേഴ്സ് അത്ര കൂടുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വ്യൂവേഴ്സ് കൂടുമ്പോഴത്തേക്ക് ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു അത്ഭുതമാണ്. അപ്പോൾ കുറച്ചും കൂടി ഇവർക്ക് പ്രോത്സാഹനമാണ്. എന്തിൻ്റെ പ്രോത്സാഹനമാണ്? കുറച്ചും കൂടി എൻ്റെ ശരീരം പ്രദർശിപ്പിക്കണം. ഇതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ ഒരു, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഏറ്റവും വലിയൊരു ഭീഷണിയായിട്ട് വരുന്നത് ഈ ഒരു പ്രവണതയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. മറ്റതൊന്ന്, ഇപ്പോൾ മൊബൈലിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു, ടെക്നോളജിയുടെ കാര്യം സംസാരിച്ചു. ഈ ടെക്നോളജി ഹൈലി ഡെമോക്രാറ്റിക് ആണ്. ഒരു 2 വയസ്സ് 3 വയസ്സ് കുട്ടി മുതൽ 70 80 90 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിക്ക് പോലും 2 പേർക്കും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, യൂസർ ഫ്രണ്ട്ലി ഫീച്ചേഴ്സ് ആണ്. ആ കുട്ടിക്ക് 2 വയസ്സ് 3 വയസ്സ് കുട്ടിക്ക് ഒരു പക്ഷേ അക്ഷര വായിക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ചറിയുവാനോ ഉള്ള കഴിവുണ്ടാവില്ല, അത് പഠിച്ചിട്ടില്ല. പക്ഷെ ആ പിക്ചേഴ്സ് നോക്കി, അതിൻ്റെ ഇമേജസ് നോക്കി ആ കുട്ടികളെ മനസ്സിലാക്കുകയാണ് ഏതാണ് യൂട്യൂബിൻ്റെ. അപ്പോൾ മൊബൈലിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി കറക്റ്റായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യും. കാരണം കൊച്ചു കുട്ടികൾക്ക് ആ കുട്ടിയുടെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴോ പാല് കൊടുക്കുമ്പോഴത്തേക്ക് ആ കുട്ടി പിന്നെ കഴിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, മൊബൈലും കൊടുത്തിട്ട് യൂട്യൂബ് ഓടും. ഒരു തവണ യൂട്യൂബിൻ്റെ അതിൻ്റെ ആ സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി അടുത്ത തവണ ആ മൊബൈൽ നോക്കുമ്പോഴത്തേക്ക് ആ കറക്റ്റായിട്ട് യൂട്യൂബ് പ്രസ് ചെയ്യാണ്. അപ്പോൾ 2-3 വയസ്സ് മുതൽ 80-90 വയസ്സ് വരുന്നുള്ള ആൾക്കാർ പോലും ഇതിൽ അഡിക്റ്റ് ആവുന്നുണ്ട്. ഈ അഡിക്ഷൻ കൊണ്ട് ബ്രെയിൻ ഫോഗിങ് എന്നുള്ളൊരു പ്രതിഭാസം ഉണ്ടാവുന്നത്. ബ്രെയിൻ ഫോഗിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആണ്. നമുക്ക് ഒരു സമയത്ത് ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കുമ്പോഴത്തേക്ക്, കാരണം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഒരു വിഷയത്തിൽ ഒരിക്കലും ശ്രദ്ധ നിലനിർത്തത്തില്ല. അപ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി അങ്ങനെ ഒരു ശീലമായതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. അതുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ ആണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അവരുടെ പെർഫോമൻസ് കുറയുന്നുണ്ട്. രണ്ടാമത് അവരുടെ കോഗ്നിഷൻ എന്ന് പറയും. കോഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, ഇത് വെച്ചുകൊണ്ട് നമ്മൾ സാഹചര്യം മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ്റെ കഴിവാണ്. നമ്മൾ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ കോഗ്നിഷൻ എന്നൊക്കെ പറയും. ഇതും കുറയാണ്. അങ്ങനെ അവർക്ക് പിന്നെ അസമയത്ത് ഉറക്കം വരും, അല്ലാന്നുണ്ടെങ്കിൽ അവരെ മൂഡ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അനേകം പ്രശ്നങ്ങൾ ഈ സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻ കാരണം ഉണ്ടാകുന്നുണ്ട്. ഇത് ഒന്ന്. ഇതിൽ പിന്നെ വേറെ 1-2 റിസ്ക് എന്ന് പറയുന്നത് ഒരു 5th ജനറേഷൻ വാർഫെയർ ആണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്നത്.
ഫോർത്ത് ജനറേഷൻ വാർഫെയറിന് വില്യം ലിൻഡ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഒരു പൂർവ്വ സൈനികൻ, അദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിരുന്നു ഫോർത്ത് ജനറേഷൻ വാർഫെയർ. അതായത് യുദ്ധം എന്ന് പറയുന്നത് വെറും കരയുദ്ധമോ അല്ലെന്നുണ്ടെങ്കിൽ വായു എയർഫോഴ്സിൻ്റെയോ അങ്ങനെയൊന്നും അല്ല, പക്ഷെ ഇൻഫർമേഷൻ വാർഫെയർ ആണ്. അതായത് നമ്മൾ ഇൻഫർമേഷൻ ഓരോ വ്യക്തികൾക്കും, കാരണം ഇപ്പോൾ ഇത് എല്ലാം ഡെമോക്രസിയാണ്, ജനാധിപത്യമാണ്, അങ്ങനെ ഭൂരിപക്ഷം രാജ്യങ്ങളും ജനാധിപത്യമാണ്. അവിടെയൊക്കെ എലക്ഷൻ വഴിയാണ് പിന്നെ അവരുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ എലക്ഷൻ സമയത്ത് ആ എലക്ഷനെ സ്വാധീനിച്ചിട്ട് ഈ ടെക്നോളജി കമ്പനീസ്, ഏത് ശക്തിയാണോ ഈ ടെക്നോളജി കമ്പനീസിനൊക്കെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്, അതിനെ പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് വേൾഡ്, ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സ് എന്നാണ്, ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നു. ഇവരുടെ നിക്ഷേപം എന്ന് പറയുന്നത് ടെക്നോളജിയിലുണ്ട്. പിന്നെ യുദ്ധത്തിൽ അവര് പിന്നെ മിസൈലും അതേപോലുള്ള തോക്കും അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ അവര് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. മാധ്യമങ്ങളിൽ ഇൻവെസ്റ്റ്മെന്റ്. നാലാമത്തെ മേജർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫാർമ ഹെൽത്ത് കെയർ ആണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഏകദേശം 3000 കോടി രൂപയുടെ അമേരിക്കയുടെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു വെഞ്ചർ ക്യാപിറ്റൽ വന്നിട്ട് കേരളത്തിലെ ഹോസ്പിറ്റൽസ് മുഴുവൻ അവർ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് മേഖല അവരാണ്, ഫാർമ മേഖല അവരാണ്, അതുപോലുള്ള ഹെൽത്ത് കെയർ അതായത് ഹോസ്പിറ്റൽസ് അവരാണ്. അപ്പോൾ ഇതൊരു ശൃംഖലയെ നമ്മൾ അവരുടെ കെണിയിൽ നമ്മൾ വീണുമാണ്. ഇതും മതിയാകാതെ അവർ ഇനി ഭരണാധികാരികളെ അവർ ഉദ്ദേശിക്കുന്ന ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നമുക്ക് ഇൻഫർമേഷൻ, സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം. ഇതിനെ സോണറിസം എന്നാണ് പറയുന്നത്. സോണറിസം എന്ന് പറയുന്നത് നേത്തൻ സോണർ എന്ന് പറയുന്ന ഒരു 14-കാരൻ അമേരിക്കയിൽ ഒരു പരീക്ഷണം നടത്തി. ഒരു ക്ലാസ്സിൽ 42 വിദ്യാർത്ഥികളും ഒരു അധ്യാപികയുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ അധ്യാപികയുടെ മുമ്പേ എനിക്കൊരു കാര്യം അവതരിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞ് അനുമതി ചോദിച്ചുകൊണ്ട് അയാൾ ഒരു വിഷയം അവതരിപ്പിച്ചു. അവർ സമ്മതിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു രാസപദാർത്ഥമുണ്ട്, അതിൻ്റെ പേര് ഡൈഹൈഡ്രജൻ മോണോ ഓക്സൈഡ് എന്നാണ്. ഈ ഡൈഹൈഡ്രജൻ മോണോ ഓക്സൈഡിൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം എന്താണ്? ഇത് നമ്മൾ അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാഡർ കൺട്രോളിൻ്റെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതായത് നമുക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാവും. പിന്നെ ഇത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇത് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡിക്ഷൻ ഉണ്ടാവും. പിന്നെ ഇത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് വലിയ വിഷമം ഉണ്ടാവും. അത് രണ്ടാമത്തെ ഒരു ദോഷമാണ്. മൂന്നാമതെന്ന് പറയുന്നത് ഇത് കാരണം ആസിഡ് മഴകൾ ഉണ്ടാവുന്നുണ്ട്. നാലാമത് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു രാസപദാർത്ഥമാണ്. ഇത് ഇരുമ്പിൽ ഒഴിച്ചു കഴിഞ്ഞാലും ആ ഇരുമ്പ് നശിച്ചു പോകും. അങ്ങനെ ഈ 5-6 ഇതിൻ്റെ വിവരണം അയാൾ കൊടുത്തിട്ട് ഈ 42 പേര് അടങ്ങുന്ന ആ ക്ലാസ്സിൽ ഇയാൾ അവസാനം ഒരു ചോദ്യം ചോദിച്ചു, ഈ കെമിക്കലിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ലാസ്സിലുള്ള ആ അധ്യാപിക ഉൾപ്പെടെ ഈ 42 പേരും അവര് ഏകകണ്ഠേന പറഞ്ഞത് ഉടനെ ഇതിനെ നിരോധിക്കണം, ബാൻ ചെയ്യണം. അപ്പോൾ ഈ ഡൈഹൈഡ്രജൻ മോണോ ഓക്സൈഡ് എന്ന് പറയുന്നത് H2O ആണ്. അപ്പോൾ അതായത് വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിനെ നിരോധിക്കണം എന്നുള്ളൊരു തീരുമാനം ഈ 42 പേരെ കൊണ്ട് ഇയാൾക്ക് എടുക്കാൻ സാധിപ്പിച്ചു. എങ്ങനെയാണത്? അപ്പോൾ അതിൻ്റെ ഒരു വശം ഇൻഫർമേഷൻ അത് ഈ പറഞ്ഞതിലൊന്നും നുണയില്ല, അർദ്ധസത്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ അർദ്ധസത്യങ്ങൾ മാത്രം അവതരിപ്പിക്കുമ്പോഴത്തേക്ക് ജനങ്ങളെ അവരെ തെറ്റായ നിഗമനത്തിലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് സാധിപ്പിക്കും എന്നുള്ളതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ്. ഈ സോണറിസം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഈ 5th ജനറേഷൻ വാർഫെയർ. ഈ 5th ജനറേഷൻ വാർഫെയറിൽ മറ്റത് ഇൻഫർമേഷൻ വാർഫെയർ ആണ്. ഇന്ന് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി വാർഫെയർ ആണ്. ഈ ടെക്നോളജി, ഈ അൽഗോറിതംസും ഇതിൻ്റെ ഫീഡ്സും ഉപയോഗിച്ചുകൊണ്ട് ഇതാണ് ഇന്ന് മാനവരാശിക്ക് ഏറ്റവും വലിയ ഒരു അപകടമാകാനുള്ള സാധ്യത വരുന്നത്. അവസരങ്ങൾ ഏറെയുണ്ട്, പക്ഷെ ഈ അപകടങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ ദോഷം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ തന്നെയാണ് ഈ ജനാധിപത്യത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഭാവി തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ജീവിത ശൈലി എങ്ങനെ വേണം,
അപ്പൊ നമ്മുടെ ജീവിത ശൈലി ഇന്ന് ഇതാണ് ട്രെൻഡ്, ഇതാണ് ഫാഷൻ, ഇതാണ് ആൾക്കാർ ചെയ്യുന്നത് എന്ന് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ അത് അനുകരിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിപത്ത് എന്താണ്? കാരണം നമ്മളുടെ സ്വയം ചിന്തിക്കാനുള്ള ശേഷി കുറഞ്ഞു വരികയാണ്. കാരണം ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് വരുന്നത് കൊണ്ട് നമ്മളെപ്പറ്റി ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ഈ മൊബൈൽ അഡിക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സംവദിക്കുന്നതും വീടുകളിലെ ചർച്ചകളും ഒക്കെ വളരെ കുറഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് നമ്മളുടെ ചിന്ത അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനം അവർക്ക് അതിനെ നയിക്കാൻ സാധിക്കും. ഇത് നമ്മൾ ബോധപൂർവം ഇതിനെ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രവണത ഇപ്പോൾ ഏകദേശം 95,000 കോടി രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ ഓൺലൈനിൽ വാങ്ങുന്നത് ഭാരതത്തിൽ. 2022 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്? ഇത് ഏറ്റവും മേജർ ഷെയർ എന്ന് പറഞ്ഞാൽ ആമസോൺ ആണ്, പിന്നെ ഫ്ലിപ്കാർട്ടാണ്. അതുപോലുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ മുന്നിൽ നിൽക്കുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ വിദേശ നിക്ഷേപമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവാക്കുന്ന 100 റുപ്യയിൽ ഇന്ന് ഏകദേശം 60-70 റുപ്യ എന്ന് പറയുന്നത് ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചെലവാക്കലാണ്. നമ്മൾ വീട്ടിൽ 3 പേര് 4 പേര് ഉള്ളപ്പോഴത്തേക്ക് അവർ സ്വിഗ്ഗി, സൊമാറ്റോ വഴി ഓർഡർ ചെയ്യാണ്. അപ്പോൾ എന്താണ്, വീട്ടിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ശീലം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് കുടുംബങ്ങൾ പ്രശ്നമാണ്, കുടുംബങ്ങൾ തകർന്നു പോവുകയാണ്. രണ്ടാമത്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുള്ള ഫീഡ് വഴി അവരുടെ ശൈലി മാറുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഡൈവോഴ്സുകൾ വളരെയധികം വർദ്ധിക്കുകയാണ്. അപ്പം ഇതൊക്കെ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറെ വരുന്നുമുണ്ട്. അതേപോലെ നമ്മുടെ സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ജാഗരൂകരായി ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യണം. സോഷ്യൽ മീഡിയ നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതി വരരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും മാസ്റ്റർ ആവണം. നമ്മൾ സോഷ്യൽ മീഡിയയുടെ സ്ലേവ് ആവാൻ പാടില്ല. ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ കോൺഷ്യസ് ആയില്ല എന്നാണെങ്കിൽ, നമ്മൾ ബോധപൂർവം ഈ കാര്യങ്ങൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ ഇതിന് അടിമയായി തീരും. അടിമയായി തീർന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അവർ ഈ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ടെക്നോളജി ആര് കൈകാര്യം ചെയ്യുന്നു, ആര് നമുക്ക് തരുന്നുണ്ടോ, അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മൾ ഒരു റോബോട്ടായി മാറും. നമ്മൾ ഒരു റോബോ ആയി മാറിത്തീരും. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ എടുത്ത തീരുമാനം തന്നെയാണ്. നമ്മൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കും. കാരണം ഞാൻ എടുത്ത തീരുമാനം തന്നെയാണ് ശരി. ഇതാണ് മനുഷ്യ സ്വഭാവം. അപ്പോൾ ഇത് നമ്മൾ ബോധപൂർവം ഇതിനെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. മറ്റത് ഒന്ന്, കൊച്ചു കുട്ടികൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിൽ ഒരു വലിയ ദോഷം, അതായത് ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികളെ ശാരീരികമായിട്ട് അവരെ ട്രാപ്പ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇത് പിന്നെ പോലീസ് ആണെങ്കിലും ശരി, നമ്മുടെ എല്ലാ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും ഇത് സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിന് തെളിവുമുണ്ട്, അതിന് സ്റ്റാറ്റിസ്റ്റിക്സും ഉണ്ട്. കാരണം 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ് പെൺകുട്ടികൾക്ക് ഇതിനെ പറ്റിയുള്ള അപകടങ്ങൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഒരുപാട് പേര് ഇമ്പോസ്റ്റേഴ്സ്, അവരെന്ന് വെച്ചാൽ അവർ വേഷം മാറിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ DP വെച്ചുകൊണ്ട്, കാരണം ഇൻസ്റ്റാഗ്രാമിൽ അവർ പേര് പോലും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ഡിസ്പ്ലേ പിക്ചർ എന്തോ വയ്ക്കും, പേര് പോലും അറിയില്ല, ഒരാളെ ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കൊച്ചു കുട്ടികൾ സ്കൂള് കട്ട് ചെയ്തിട്ട് ഓരോരുത്തരുമായിട്ട് ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഇത് വളരെ വർദ്ധിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ മയക്കുമരുന്ന് അതിൻ്റെ അടിമപ്പെടുത്തലും ഇതിലൂടെ നടക്കുന്നുണ്ട്. അവരെ ഇതിൽ വീഴ്ത്തുവാനുള്ള ഒരു ശ്രമങ്ങൾ ഇത് നടത്തുന്നു. കാരണം ഈ പ്ലാറ്റ്ഫോം ഡെമോക്രാറ്റിക് ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. ക്രിമിനൽസും ഉപയോഗിക്കും, നല്ല ആൾക്കാരും ഉപയോഗിക്കും. നമ്മളെന്താണ് ഇതിന് ചെയ്യേണ്ടത്? നമ്മൾ ബോധപൂർവം ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ ആവണം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ ഫീഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവണം ഈ കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റിക്കാം. കാരണം ഇതിന് പുറകിൽ മനുഷ്യ ഒരു ബുദ്ധിയല്ല, ഇത് ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കീ സ്ട്രോക്സോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം
നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, നമ്മൾ മൊബൈൽ ഫോണിൽ കൂടിയോ നമ്മളെ ലാപ്ടോപ്പിൽ കൂടിയോ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അത് നമ്മളെ വിലയിരുത്തുന്നത്. അപ്പം നമ്മളെ വിലയിരുത്തുന്നു നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മളെ തെറ്റായി വിലയിരുത്തുവാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അനേകമുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം. അത് സ്വീകരിക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കും, നമ്മളുടെ പ്രൈവസി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഓരോരുത്തരും ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ യൂസ് ചെയ്യേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണം, നമ്മൾ അതിൻ്റെ മാസ്റ്റർ ആവണം. അത് നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതി വരാതെ നമ്മൾ പ്രത്യേകം നോക്കണം. അതിന് വേണ്ടത് എന്താ? മൈൻഡ്ഫുൾനെസ്. നമ്മൾ ബോധപൂർവം, നമ്മൾ ബോധത്തോടു കൂടി വേണം ഇത് യൂസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. രണ്ട്, ഇത് അഭിപ്രായ രൂപീകരണം എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സോഷ്യൽ മീഡിയയുടെ കമൻറ്റോ സോഷ്യൽ മീഡിയയിലുള്ള വൈറൽ ആകുന്നതോ, സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുന്ന പോലെ അത് ട്രെൻഡ് ആവണം, അത് നല്ല ട്രെൻഡ് ആവണം എന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്, അതുകൊണ്ട് അതാണ് ശരി, അതുകൊണ്ടാണ് ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ ആ രീതിയിലാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കാൻ പോണത് എന്ന് പറയുന്ന തെറ്റായ തീരുമാനം എടുക്കരുത്. നമ്മൾ എടുക്കേണ്ട തീരുമാനം ശരി, തെറ്റ്, നന്മ, തിന്മ, ഗുണം, ദോഷം, ഇതായിരിക്കണം നമ്മുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനം. അപ്പോൾ അതിനാവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ഇന്ന് കുടുംബങ്ങളിൽ ചർച്ച നടക്കുന്നില്ല, കുടുംബങ്ങളിൽ സംവാദം നടക്കുന്നില്ല, കുടുംബം ഒന്നിക്കുന്നില്ല. കാരണം ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോൾ തന്നെ രണ്ടുപേര് രണ്ട് മൊബൈൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ അവർ തമ്മിൽ ആശയവിനിമയം വളരെ കുറയുന്നുണ്ട്. അപ്പോൾ അത് കുറയുമ്പോഴത്തേക്കാണ് ഈ കൺഫ്യൂഷനും ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ വീടുകളിൽ സംഭാഷണങ്ങൾ, ചർച്ചകൾ, ആശയവിനിമയങ്ങൾ വേണം. അതുപോലെ നമ്മൾ ഇതിന് മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് അഡിക്ഷനിലോട്ട് പോകും. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്രെയിൻ ഫോഗിങ്, നമ്മുടെ ഈ കോൺസെൻട്രേഷൻ കുറയും, നമ്മുടെ കപ്പാസിറ്റി കുറയും, ഇതെല്ലാം വരും. കാരണം ഇന്ന് ഇതിൻ്റെ ഡേറ്റ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഭാരതത്തിൽ ശരാശരി ഒരു ദിവസം 180 മിനിറ്റ് 3-3.5 മണിക്കൂറാണ് ആവറേജ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലവാക്കുന്നത്. അതായത് ഒരു ദിവസം ഒരു 8-10 മണിക്കൂർ നമ്മൾ ഉറങ്ങുന്ന സമയം പോയിട്ട് 12 മണിക്കൂറിൽ 12-14 മണിക്കൂറിൽ നമ്മൾ 3-3.5 മണിക്കൂർ ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് ആകുമ്പോഴത്തേക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ 4 മണിക്കൂർ 5 മണിക്കൂർ ഈ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ ആ ചിലവാക്കുന്നത് ഫലപ്രദമായിട്ട് ഗുണകരമാക്കാൻ വേണ്ടി നമ്മുടെ സമയം നമുക്ക് എതിരായിട്ട്, നമുക്ക് ദോഷകരമാവാതെ നമുക്ക് ഗുണകരമാകാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനാദ്യം വേണ്ടത് നമ്മൾ ബോധപൂർവം ഇതിനെ കൈകാര്യം ചെയ്യണം. മറ്റേത് മൈൻഡ്ഫുൾനെസ്, നമ്മളുടെ ശ്രദ്ധ നമ്മളെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ചെറിയ രീതിയിൽ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം. പിന്നെ മറ്റത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടണം, സത്സംഗങ്ങളിൽ ചെയ്യണം, അമ്പലങ്ങളിൽ പോകണം. കാരണം ഇത് വെർച്വൽ വേൾഡിൽ നിന്നും യഥാർത്ഥത്തിൽ നമുക്ക് നല്ല അന്തരീക്ഷത്തിൽ നമ്മൾ സമയം ചെലവാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും വെർച്വൽ വേൾഡ്, ഇത് വെർച്വലാണ്, ഇത് സത്യമല്ല. അപ്പോൾ ഇത് ഏത് സമയം വേണമെങ്കിലും നമുക്കിത് ഭയങ്കരമായിട്ട് നമുക്ക് വലിയ ആരാധകരുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇത് വെർച്വൽ ആയതുകൊണ്ട് നമുക്ക് ഇത് നമ്മളെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വളരെ ഉപയോഗപ്രദമായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം.